ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഹോം ടൂറിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ പാലുകാച്ചലിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹോം ടൂറിൻ്റെ വീഡിയോ ഇടാനായിട്ട്. അപ്പോൾ ഇതാ ഹോം ടൂറിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒറ്റ സമയമില്ലാതെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഫാമിലിയിൽ പുതുതായിട്ട് വന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വീട്. 2800 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളോടുകൂടി 2 നിലകളിലായിട്ടാണ് ഈ വീട് പണികഴിപ്പിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ ഗേറ്റിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ഞങ്ങൾ HPL ഷീറ്റ് വെച്ചിട്ട് GIയിലാണ് ചെയ്തേക്കുന്നത്. ഈ വീടിന് 2 ഗേറ്റാണ് ഞങ്ങൾ കൊടുത്തേക്കുന്നത്. രണ്ടും സ്ലൈഡിങ് ഗേറ്റാണ്. വീടിൻ്റെ ഉൾഭാഗത്തിട്ട് വരുമ്പോൾ 2 ഭാഗത്തായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വീടിൻ്റെ എലിവേഷനിലോട്ട് വരുമ്പോൾ ഗ്രേ ആൻഡ് വൈറ്റ് തീമിലാണ് കേട്ടോ എലിവേഷൻ ചെയ്തേക്കുന്നത്. പില്ലറിന് ഞങ്ങൾ കൊടുത്തേക്കുന്നത് ക്ലാഡിംഗ് സ്റ്റോൺ ആണ് കേട്ടോ. ഗ്രേ കളറിലുള്ള ക്ലാഡിംഗ് സ്റ്റോൺ ആണ് വിരിച്ചേക്കുന്നത്. ഇതാണ് വീടിൻ്റെ മെയിൻ ഡോറ്. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഞങ്ങൾ വീടിൻ്റെ മെയിൻ ഡോറ് ചെയ്തേക്കുന്നത്. വീടിൻ്റെ മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ കാണുന്നത് പേഷ്യോ ആണ്. അതിൻ്റെ സീലിങ്ങിലോട്ട് വരുമ്പോൾ മറൈൻ പ്ലൈയിൽ പെർഗോള സെറ്റ് ചെയ്തിട്ട് വിനീർ ഒട്ടിച്ചതാണ് കേട്ടോ. അതിൻ്റെ 2 സൈഡിലായിട്ട് കോപ്ലൈറ്റ് കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹാളിൽ നിന്ന് പേഷ്യോയിലേക്ക് ഡയറക്റ്റ് എൻട്രി കൊടുക്കാതെ അതിൻ്റെ സെൻട്രലായിട്ട് കോർട്ട്യാർഡ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു പാത്വേ പോലെ ബ്രിഡ്ജ് കൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം കൂടുതൽ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബ്രിഡ്ജിൻ്റെ ഹാൻഡ് റെയിലിന് വേണ്ടിയിട്ട് വുഡൻ വിത്ത് ടഫൻ ഗ്ലാസ് ആണ് കൊടുത്തേക്കുന്നത്. ബ്രിഡ്ജിനും ഹാൻഡ് റെയിലിനും എല്ലാം തേക്കാണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. ബ്രിഡ്ജിൻ്റെ 2 ഭാഗങ്ങളിലായിട്ട് ആർട്ടിഫിഷ്യൽ ബാമ്പു പെബിൾസും വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബാമ്പുവിനെ ഒന്നുകൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വാം കളറിലുള്ള ഗാർഡൻ ലൈറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ബ്രിഡ്ജിൻ്റെ 2 സൈഡിലായിട്ട് സുസുക്കിയുടെ സിമെൻറ്റ് ടെക്സ്ചർ പെയിൻ്റാണ് കൊടുത്തേക്കുന്നത്. ഡേ ടൈം കൂടുതൽ ലൈറ്റ് വീട്ടിലോട്ട് എത്തിക്കാനായിട്ട് റൂഫിലും സൈഡ് വാളിലും പെർഗോളയാണ് കൊടുത്തേക്കുന്നത്. ഇങ്ങനെയാണ് ഞങ്ങൾ പേഷ്യോ സെറ്റ് ചെയ്തേക്കുന്നത്. പേഷ്യോൻ്റെ ഒരു ഫീല് കിട്ടാനായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് നിലത്ത് വിരിച്ചിട്ടുള്ളത്. പേഷ്യോൻ്റെ ഒരു വോൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ക്ലാഡിംഗ് സ്റ്റോണാണ് കൊടുത്തിട്ടുള്ളത്. അതിനൊന്ന് കൂടുതൽ ഭംഗിയാക്കാനായിട്ട് ആർട്ടിഫിഷ്യൽ ബാമ്പ് കൊടുത്തിട്ടുണ്ട്. പേഷ്യോൻ്റെ 2 സൈഡിലായിട്ടാണ് സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു സൈഡിൽ 3 സീറ്റർ ബെഞ്ചും മറ്റേ സൈഡ് ഒരു സ്വിംഗ് ചെയറാണ് കൊടുത്തിട്ടുള്ളത്. പേഷ്യോൻ്റെ റൂഫിലായിട്ട് ടഫൻ ഗ്ലാസ് ആണ് കൊടുത്തേക്കുന്നത്. ലൈറ്റിങ്ങിനായിട്ട് സ്ട്രിംഗ് ലൈറ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. മെയിൻ ഡോറ് കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് ഹാള് വരുന്നത്. ഹാളിൻ്റെ സെൻട്രലായിട്ടാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ 2 ഭാഗങ്ങളിലായിട്ടാണ് TV യൂണിറ്റും ഡൈനിങ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുള്ളത്. TV യൂണിറ്റിൻ്റെ റൂഫിൽ നല്ലൊരു സീലിംഗ് ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. അത് റൂഫിൽ നിന്ന് വാളിലോട്ടേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. TV യൂണിറ്റിലോട്ട് വരുമ്പോൾ മൈക്ക വിത്ത് ലൂവേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. TV യൂണിറ്റിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് അവിടെ 3 സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലൈറ്റ് TV യൂണിറ്റിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ സെറ്റ് ചെയ്തേക്കുന്നത്. ഈ വീട്ടിൽ ഞങ്ങൾ സെലക്ട് ചെയ്ത കളർ തീം എന്ന് പറയുന്നത് വൈറ്റ് വിത്ത് വുഡൻ കളറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് ചൂസ് ചെയ്യുന്ന എല്ലാ ഐറ്റമും ആ ഒരു കളറിലോട്ട് കൊണ്ടുവരാനായിട്ട് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ എടുത്തതാണ് സോഫയും. സ്റ്റെയറിൻ്റെ വേറൊരു സൈഡിലായിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത്. സ്ഥലത്തിൻ്റെ ഒരു പരിമിതി കാരണം ഡൈനിങ് ടേബിളിൻ്റെ ഒരു സൈഡ് ബെഞ്ചും മറ്റേ സൈഡ് ചെയറുമാണ് ഇട്ടേക്കുന്നത്. ഡൈനിങ് ടേബിൾ ഇരിക്കുന്ന ആ ഒരു വാളിൽ നല്ലൊരു ഹാങ്ങിങ് ഡെക്കോർ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ടേബിളിൻ്റെ നേരെ മുകളിലായിട്ട് സീലിങ്ങിൽ ഒരു വുഡൻ ഡിസൈൻ കൊടുത്ത് അതിലോട്ട് ഹാങ്ങിങ് ലൈറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ടേബിളിൻ്റെയും സ്റ്റെയർ കേസിൻ്റെയും ഇടയിലൂടെയാണ് കേട്ടോ വാഷ് ബേസിൻ്റെ എൻട്രി കൊടുത്തേക്കുന്നത്. വാഷ് ബേസിൻ്റെ വാളിലായിട്ട് ടൈലാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ 2 സൈഡിലായിട്ട് ലൂവേഴ്സ് കൊടുത്തിട്ടുണ്ട്. വാഷ് ബേസിൻ്റെ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് 4 ഡോർ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. ക്യാബിനറ്റൊക്കെ ചെയ്തേക്കുന്നത് WPC വെച്ചാണ്. അതിൻ്റെ താഴെയായിട്ട് പെബിൾസ് വെച്ച് സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റെയർ കേസിൻ്റെ അടിയിലോട്ട് വരുമ്പോൾ ആ ഒരു സ്പേസ് ബ്ലാങ്കായി വിടാതെ അതൊന്ന് ഡെക്കറേറ്റീവ് ആക്കാൻ നോക്കിയിട്ടുണ്ട്. അതിനായിട്ട് പെബിൾസും ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും ആണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ സ്റ്റെയർ കേസ്. സ്റ്റെയർ കേസിൻ്റെ 2 സൈഡിലായിട്ട് ടഫൻ ഗ്ലാസ് വിത്ത് ടീക്ക് വുഡ് ഹാൻഡ് റെയിലാണ് കൊടുത്തേക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പിലോട്ട് വരുമ്പോൾ അതും തേക്ക് കൊണ്ട് തന്നെയാണ് കേട്ടോ ചെയ്തേക്കുന്നത്.
സ്റ്റെപ്പിൻ്റെ ലൈറ്റ് വന്നിട്ട് മോഷൻ സെൻസർ ലൈറ്റാണ് കൊടുത്തേക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പിൽ കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്, സ്റ്റെപ്പിൻ്റെ ലൈറ്റ് ഇങ്ങനെ തെളിഞ്ഞു വരും. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുകയും ചെയ്യും കേട്ടോ. സ്റ്റെയറിൻ്റെ ബാക്കിലായിട്ടാണ് കോമൺ ബാത്റൂം വരുന്നത്. അതിൻ്റെ സൈഡിലായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന് സിമ്പിളായിട്ടാണ് സീലിംഗ് ചെയ്തേക്കുന്നത്. റൂമിൻ്റെ ഒരു സൈഡിലത്തെ വോളിൽ നിന്ന് തുടങ്ങി റൂഫിലൂടെ എക്സ്റ്റെൻഡ് ആയിട്ട് മറ്റേ സൈഡിലെ വോളിലോട്ട് ഇറങ്ങുന്ന രീതിയിലാണ് സീലിംഗ് ചെയ്തേക്കുന്നത്. സീലിംഗ് എല്ലാം ചെയ്തേക്കുന്നത് വിനീറിലാണ്. ആ ഒരു സീലിങ്ങിനെ ഒന്ന് ഡെക്കറേറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ബെഡിൻ്റെ 2 സൈഡിലായിട്ട് സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട്. ബെഡിൻ്റെ ഹെഡ് റെസ്റ്റിനായിട്ട് റെക്സിൻ മെറ്റീരിയലാണ് യൂസ് ചെയ്തേക്കുന്നത്. ബെഡിൻ്റെ അടിയിലായിട്ട് സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. റൂമിൻ്റെ ഒരു സൈഡിലോട്ട് വരികയാണെങ്കിൽ ഒരു ഭാഗത്ത് സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു ഷെൽഫ് കൊടുത്തിട്ട് 2 സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഷെൽഫിൻ്റെ താഴെയായിട്ട് സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടേബിൾ ലാമ്പിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ ടേബിളിലോട്ട് നന്നായിട്ട് ലൈറ്റ് ഉണ്ടാവും. ഈ റൂമിൽ 2 ടൈപ്പ് കർട്ടനാണ് യൂസ് ചെയ്തേക്കുന്നത്. ഒരു സൈഡിൽ ഫുൾ സൈസ് ബ്ലാക്ക് ഔട്ട് കർട്ടനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഹെഡ് റെസ്റ്റിൻ്റെ ബാക്കിലായിട്ട് റോമൻ കർട്ടനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബെഡിന് WPC ബോർഡ് വെച്ചിട്ട് മൈക്ക ലാമിനേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണിത്. ഈ റൂമിലും ബെഡിൻ്റെ 2 സൈഡിലായിട്ട് സൈഡ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ 2 സൈഡിലായിട്ടാണ് ഇവിടെ വിൻഡോ വരുന്നത്. സിംഗിൾ വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സെൻറ്ററിലായിട്ട് വാൾ ഹാങ്ങിങ് കൊടുത്ത് സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. റൂമിൻ്റെ മറ്റൊരു സൈഡിലായിട്ടാണ് ഷെൽഫ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. റൂമിൽ നിന്ന് ബാത്റൂമിലേക്കുള്ള പാസേജിലാണ് ഷെൽഫ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് തന്നെ ഷെൽഫിന് സ്ലൈഡിംഗ് ഡോറാണ് കൊടുത്തേക്കുന്നത്. ഇതാണ് ബാത്റൂം. ഫസ്റ്റ് ഫ്ലോറിലാണ് ബാക്കി 2 റൂമും ഉള്ളത്. സ്റ്റെയർ കേസിൻ്റെ ലാൻഡിങ്ങിലായിട്ടാണ് പൂജാ റൂം സെറ്റ് ചെയ്തേക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ നേരെ മുകളിലായിട്ട് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കേസ് കയറി വരുമ്പോൾ ലാൻഡിങ്ങിൽ നിന്ന് 2 സൈഡിലോട്ടായിട്ടാണ് സ്റ്റെയർ കേസ് ഡിവൈഡ് ചെയ്യുന്നത്. അതിലൊരു സൈഡിൽ കൂടി കയറി വരുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഞങ്ങളുടെ TV യൂണിറ്റാണ്. ഇപ്പോൾ TV ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല ഇപ്പോൾ. ഇത് ബാൽക്കണിയിലോട്ടുള്ള ഡോറാണ്. TV യൂണിറ്റ് സെറ്റ് ചെയ്തേക്കുന്നത് ലൂവേഴ്സ് വെച്ചിട്ടാണ്. അതിന് സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് 3 ഡോർ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. അതും WPC തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ വൈറ്റ് കളർ മൈക്ക ഒട്ടിച്ചതാണ് കേട്ടോ. ഈ TV യൂണിറ്റിൻ്റെ മറ്റൊരു സൈഡിൽ സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് തേക്കിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഹാൻഡ് റെയിലും ടഫൻ ഗ്ലാസ് വെച്ചിട്ടാണ് വുഡൻ ഹാൻഡ് റെയിലാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ അടിയിലായിട്ട് സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ 2 സൈഡിലായിട്ട് വാൾ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ താഴെ കോർട്ട്യാർഡിലേക്കും പേഷ്യയിലേക്കും വ്യൂ കിട്ടുന്ന രീതിയിലാണ് കേട്ടോ സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ വുഡൻ വൈറ്റ് ആൻഡ് ഗ്രേ തീമിലാണ് കേട്ടോ ചെയ്തേക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഒരു വാള് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് മൈക്ക ലാമിനേറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. മാർബിൾ ഫിനിഷുള്ള മൈക്ക ഒട്ടിച്ചതിന് ശേഷം ഗോൾഡൻ ബീഡിങ് കൊടുത്തതാണ്. ഇവിടെ റൂമിൻ്റെ തീം ഗ്രേ കളർ ആയതുകൊണ്ട് തന്നെ കേർട്ടനും ഗ്രേ കളറിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. താഴെയുള്ള റൂമിലേതുപോലെ തന്നെ ഒരു സൈഡ് റോമൻ കർട്ടനും മറ്റേ സൈഡ് ഫുൾ സൈസ് ബ്ലാക്ക് ഔട്ട് കർട്ടനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ മാസ്റ്റർ ബെഡ്റൂമായിട്ട് യൂസ് ചെയ്തതുകൊണ്ട് തന്നെ വാളിൽ TV ചെയ്തിട്ടുണ്ട്. ബെഡിൻ്റെ 2 സൈഡിലായിട്ട് സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും പ്ലഗ് പോയിന്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും സീലിംഗ് റൂഫിൽ നിന്ന് എക്സ്റ്റെൻഡ് ആയി വാളിലോട്ട് ഇറങ്ങുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇതും വിനീർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. റൂമിൻ്റെ മറ്റൊരു സൈഡിലായിട്ടാണ് 2 ഡോർ ഷെൽഫും സ്റ്റഡി ടേബിളും കൊടുത്തിട്ടുള്ളത്. ഷെൽഫിൻ്റെ സൈഡിലായിട്ടാണ് ബാത്റൂമിൻ്റെ ഡോർ വരുന്നത്. ഈ ഒരു റൂമിനാണ് ബാൽക്കണി അറ്റാച്ച് ചെയ്ത് വരുന്നത്. ഇവിടെ സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഗ്രാനൈറ്റ് ടോപ്പാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ഹാൻഡ് റെയിലിനായിട്ട് ടഫൻ ഗ്ലാസും വുഡൻ ഫിനിഷിലുള്ള അലൂമിനിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്.
ഇതാണ് 4ാമത്തെ ബെഡ്റൂം. ഇവിടെ സിമ്പിളായിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും ബെഡിൻ്റെ 2 സൈഡിലായിട്ട് സിംഗിൾ വിൻഡോ ആണ് കേട്ടോ വരുന്നത്. ഇവിടെ വിൻഡോന് റോമൻ കർട്ടനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. റൂമിൻ്റെ മറ്റൊരു സൈഡിലായിട്ട് ഓപ്പൺ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. അതിന് സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ഷെൽഫിൻ്റെ ബാക്കിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. അത് സ്ലൈഡിങ് ഡോർ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. വാർഡ്രോബിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ ഈ റൂമിൻ്റെ ബാത്റൂം വരുന്നത്. വാർഡ്രോബിൻ്റെയും ബാത്റൂമിൻ്റെയും സെൻട്രലായിട്ടുള്ള വാളിൽ ഫുൾ ഹൈറ്റിൽ മിറർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കിച്ചൺ കാണാം. ഇതാണ് എൻ്റെ കിച്ചൺ. ഗ്രേ വൈറ്റ് ആൻഡ് വുഡ് തീമിലാണ് കിച്ചൺ ചെയ്തേക്കുന്നത്. കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിന് ഫുൾ ബോഡി വെർട്ടിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കിച്ചൻ്റെ വാളിലായിട്ട് വൈറ്റ് കളർ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കിച്ചൺ ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. കിച്ചൻ്റെ ഡീറ്റെയിൽസ് കൂടി ഇതിൽ ഉൾക്കൊള്ളിച്ച വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോൾ. അതുകൊണ്ട് തന്നെ കിച്ചൺ ടൂറിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. കൂടാതെ നിങ്ങളുടെ ഫാമിലീസിലോ ഫ്രണ്ട്സ് സർക്കിളിലോ ആരെങ്കിലും വീഡിയോ പണിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.